ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചാനലുകാരോട് പറയില്ല, ഞാനത് നിരീക്ഷകരോട് പറയും. ജനം ജയിച്ചു, ജനാധിപത്യം ജയിച്ചു. ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഈ ഗവൺമെൻറ് പോകണം എന്നുള്ള കാര്യം. അതുപോലെ ഒരു ജനവിരുദ്ധ ഗവൺമെൻറ്റായിരുന്നു. ഇടതുപക്ഷം എന്ന് പറയും, കമ്മ്യൂണിസം എന്ന് പറയും, കമ്മ്യൂണിസ്റ്റ് ആദർശങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങൾ, പാവപ്പെട്ടവനെ പൂർണ്ണമായി അവഗണിച്ച പ്രവർത്തനങ്ങൾ. ഗവൺമെൻറ്റിൻ്റെ ദുഷ്ചെയ്തികൾ പറയാനാണെങ്കിൽ മണിക്കൂറുകൾ വേണം, അപ്പോൾ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം ജനം തീരുമാനിച്ചു, ജനം നടപ്പാക്കി, ജനം ജയിച്ചു. അതാണ് എനിക്ക് പറയാനുള്ളത്. 100 സീറ്റ് പറഞ്ഞിരുന്നു പ്രതിപക്ഷ നേതാവ്. പക്ഷേ 100 സീറ്റ് കിട്ടുമെന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ പലയിടത്തുനിന്നും ഉണ്ടായിരുന്നു. 100ന് മുകളിലേക്ക് പോയി. അപ്പോൾ എങ്ങനെ അത് സാധ്യമായി എന്നുള്ളതാണ്. ജനങ്ങൾ സാധ്യമാക്കി. തീർച്ചയായും യു ഡി എഫിൻ്റെ ഒരു ടീം വർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യു ഡി എഫ് പ്രവർത്തകർ മുഴുവനും എല്ലാ നിയോജകമണ്ഡലങ്ങളും എങ്ങൊന്നും ഒരു പരാതിയില്ല. ഇപ്പം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കറിയാം, ഓരോ പത്തനംതിട്ട ഓരോ ബ്ലോക്കിൽ നിന്ന് ആൾ വർക്ക് ചെയ്യുന്നില്ല, ഈ ആൾ വർക്ക് ചെയ്യുന്നില്ല. ഇത്തവണ അങ്ങനൊരു പ്രശ്നമേ ഇല്ല. എല്ലാവരും ഒന്നിച്ചു നിന്നു. അതൊരു കാര്യമാണ്. രണ്ടാമത്, ജനം മാറ്റം ആഗ്രഹിച്ചു, ജനം അതനുസരിച്ച് തന്നെ വോട്ട് ചെയ്തു. ജനങ്ങളുടെ വിജയം, ജനാധിപത്യത്തിൻ്റെ വിജയം. അതാണ് എനിക്ക് പറയുന്നത്. ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ പാർട്ടിക്കുള്ളിൽ ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ? അല്ല, നിങ്ങൾ ഇത് വളരെ വ്യക്തമായ ഒരു കാര്യമല്ലേ. അതായത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു നടപടിക്രമമുണ്ട്. ആ നടപടിക്രമം എന്ന് പറയുന്നത് AICCയുടെ നിരീക്ഷകർ ഇവിടെ വന്ന് MLAമാരുടെയും സീനിയർ നേതാക്കളുടെയും അഭിപ്രായം എടുത്തിട്ട് അതിൻ്റെ വെളിച്ചത്തിൽ ഒരു തീരുമാനമെടുക്കും. ആ തീരുമാനം എന്തായാലും കോൺഗ്രസ്സിലുകാർ മുഴുവനും, നേതാക്കന്മാരും കോൺഗ്രസ് എല്ലാവരും അത് അംഗീകരിക്കും. മുൻകാലങ്ങളിൽ എന്നും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ. കോൺഗ്രസിന് മുതിർന്ന നേതാവാണ് അങ്ങ്. അപ്പോൾ അങ്ങനെയടക്കമുള്ള അഭിപ്രായങ്ങൾ നിരീക്ഷകർ തേടും. അങ്ങനെ അഭിപ്രായം തേടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അങ്ങ് ആരുടെ പേരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറയുക? നിരീക്ഷകർ MLAമാരുടെയും സീനിയർ നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം തേടും. ചോദിച്ചാൽ ഞാൻ എന്താ പറയുന്നതെന്ന് ഞാൻ ചാനലുകാരോട് പറയില്ല, ഞാനത് നിരീക്ഷകരോട് പറയും. നിങ്ങളോട് പറയാൻ പറ്റത്തില്ല. അങ്ങനെ താല്പര്യമുണ്ടോ? അങ്ങനെ ഇപ്പോൾ ഇന്നൊരാൾ മുഖ്യമന്ത്രി ആകണമെന്ന് താല്പര്യമുണ്ടോ? അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിരുന്നല്ലോ, ആ എണ്ണം നോക്കിയായിരിക്കുമോ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക? മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിൽ ഫ്ലെക്സ് ബോർഡ് ഒരു ഫാക്ടറേ അല്ല, ചാനലുകാരുടെ അഭിപ്രായവും ഒരു ഫാക്ടറേ അല്ല. മുഖ്യമന്ത്രി നിശ്ചയിക്കുന്നതിൽ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരുടെയും സീനിയർ നേതാക്കളുടെയും അഭിപ്രായങ്ങളാണ് മുഖ്യമായിട്ടുള്ളത്. സാർ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് 100 സീറ്റിന് മുകളിൽ കിട്ടും എന്ന് പറഞ്ഞത് പ്രതിപക്ഷ നേതാവായിരുന്നു. ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ ആ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം നയിച്ചത് പ്രതിപക്ഷ നേതാവായിരുന്നു. സ്വാഭാവികമായിട്ടും VD സതീശൻ ആയിരിക്കില്ലേ ഒരു മുഖ്യമന്ത്രി? അല്ലല്ല, അതിനകത്ത് ഞാനതിൽ ഒരു ഗസ് വർക്ക് നടത്താൻ ഇപ്പോൾ തയ്യാറല്ല. കാരണം കോൺഗ്രസ് ഇതെല്ലാം, ഈ ചോദ്യങ്ങൾക്കൊക്കെ പ്രസക്തിയുണ്ട്. കോൺഗ്രസ്സിന് നടപടിക്രമമില്ലെങ്കിൽ, കോൺഗ്രസ്സിന് നടപടിക്രമമുണ്ട്. ആ നടപടിക്രമത്തിൽ ആര് വരുമോ, അതനുസരിച്ച് ആരുടെ പേര് വരുമോ, അതായിരിക്കും മുഖ്യമന്ത്രി. അത് ഇന്നാരാണ് എന്ന് പറയാൻ എനിക്ക് സാധ്യമല്ല, എനിക്ക് കഴിയത്തില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചവർ തന്നെ ആയിരിക്കും, അങ്ങനെയുണ്ട്? അല്ല, അതും ഞാൻ പറഞ്ഞല്ലോ. ഇതിനകത്തെ അടിസ്ഥാന കാര്യമെന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരുടെയും സീനിയർ നേതാക്കളേക്കാൾ ഉപരി തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരുടെ അഭിപ്രായമാണ്. അവരാണല്ലോ ജനപ്രതിനിധികൾ, അല്ലേ? അവരുടെ അഭിപ്രായത്തിനകത്ത് ഏത് പേര് വരുമെന്ന് ഞാനെങ്ങനെ കരുതുന്നത്? ഏത് പേര് വരുന്നു ആ പേര് ഹൈക്കമാൻഡ് തീരുമാനം എടുക്കുമ്പോൾ അതാണ്. ഇന്ന് രാവിലെ തൊട്ടിട്ട് KC വേണുഗോപാലിന് 45 MLAമാരുടെ പിന്തുണയുണ്ടെന്നൊക്കെ ഒരു വാർത്ത പരക്കുന്നുണ്ട്. അത്തരം വാർത്തകളൊക്കെ നിങ്ങൾ ചാനലുകാർ പരത്തുന്നതല്ലയോ, അല്ലാതെ നിങ്ങൾ MLAമാരുടെയോ ആരുടെയെങ്കിലും പോയി ചോദിച്ചിട്ടല്ല, ചാനലുകാർ പരത്തുന്നതാണ്. അങ്ങനെ KCക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഹൈക്കമാൻഡ് യുക്തമായ തീരുമാനമെടുക്കും. അതിനെക്കുറിച്ച് എനിക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല.